എത്ര ഗംഭീരമായിട്ടുള്ളൊരു വർഷമായിരുന്നു 2025. എന്തുമാതിരി കിടിലം പ്രകടനങ്ങളാണ് നമുക്ക് കാണാൻ കിട്ടിയത്. ഇതിനകത്ത് നിന്ന് ഏറ്റവും മികച്ച ഒരു 10 പ്രകടനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിപ്പോവും. പക്ഷെ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാലും ആ ഒരു ടോപ്പ് 10 നിങ്ങൾക്ക് തരണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ ഏത് നടന്മാരാണ് നമുക്ക് തന്നത്, അതിൻ്റെ ഒരു കൗണ്ട് ഡൗൺ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നമ്മളുടെ ടോപ്പ് 10 കൗണ്ട് ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് 2 പേരുകൾ ഞാൻ പരാമർശിച്ചു പോവുകയാണ്. ആദ്യത്തേത് സന്ദീപ് പ്രദീപാണ്. പടക്കളത്തിലും ഇക്കോയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം തീർച്ചയായിട്ടും വർത്ത് മെൻഷനിങ് തന്നെയായിരുന്നു. രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് ടൊവിനോ തോമസിൻ്റെയാണ്. ഐഡന്റിറ്റി എന്നുള്ള സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരു വർത്ത് മെൻഷൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തുടങ്ങാം. ആലപ്പുഴ ജിംഖാന ആൻഡ് ലോക, ഈ 2 സിനിമകളുടെയും പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ട് നസ്ലനെ 10th പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ 2 സിനിമകളിലും പ്രത്യേകിച്ചും ആലപ്പുഴ ജിംഖാനയിലെ മേക്ക് ഓവറും ആ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത എഫേർട്ടും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ 10ാം സ്ഥാനത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 9ാം സ്ഥാനത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് സർപ്രൈസ് തന്നെയായിരിക്കും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലെ ഉജ്ജ്വല പെർഫോമൻസ് ആണ് ധ്യാനിനെ ഈ ഒരു സ്റ്റേറ്റസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് പിടിച്ചുയർത്തിയിട്ടുള്ളത്. 9th പൊസിഷൻ ഗോസ് ടു ധ്യാൻ ശ്രീനിവാസൻ. ഈ വർഷം ആദ്യം ഞാൻ കണ്ടിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആ സിനിമയിലെ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആണ്. കുഞ്ചാക്കോ ബോബനെ 8ാം സ്ഥാനത്തേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ദ 7th പൊസിഷൻ, 7ാം സ്ഥാനക്കാരൻ. ഒരുപാട് പേർക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമ തന്നെയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ ആ സിനിമയിലെ പെർഫോമൻസിന് ദിലീപ് തീർച്ചയായിട്ടും 7ാം സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്രീഡം എടുക്കുവാണ്. 7th സ്പോട്ട് ബിലോങ് ടു ദിലീപ്. അപ്പോൾ 6ാം സ്ഥാനത്ത് പ്രണവ് മോഹൻലാലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരൊന്നും അതിനെതിരായിട്ട് പറയാൻ സാധ്യതയില്ല. കാരണം DSRA എന്നുള്ള സിനിമയിലെ പ്രണവിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും ആ ആക്ടറിൻ്റെ ഒരു ഗ്രാഫ് എത്രത്തോളം മുകളിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റിമണി തന്നെയായിരുന്നു. അപ്പോൾ ദ 6th സ്പോട്ട് ഗോസ് ടു പ്രണവ് മോഹൻലാൽ. ഇനി നമ്മൾ ടോപ്പ് 5ലേക്ക്, അതായത് ബിസിനസ് എൻഡിലേക്ക് കയറാൻ പോവാണ്. ആ ബിസിനസ് എൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു ബിസിനസ്സിൻ്റെ കാര്യം, അതായത് ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഒന്ന് നിങ്ങളടുത്ത് പറയുകയാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള എൻ്റെ എഫേർട്സിന് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഐ എം ഗോയിങ് ടു ദ ടോപ്പ് 5 പൊസിഷൻസ്. 5ാം സ്ഥാനത്ത് ഈ വർഷം എൻ്റെ ഇതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ പടമായിട്ട് വന്നിട്ട് നല്ല രീതിയിൽ ബോക്സ് ഓഫീസ് നല്ല ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ എല്ലാവരും ആ ഒരു പെർഫോമൻസോട് കൂടി ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം നിവിൻ പോളിയാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിവിൻ പോളിയുടെ സർവം മായ എന്നുള്ള സിനിമയിലെ ആ ഒരു ക്യാരക്ടർ പ്രഭേന്ദു നിവിൻ പോളി ഈസ് അറ്റ് ദ 5th പൊസിഷൻ. കിഷ്കിന്ധ കാണ്ഡത്തിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു നടനാണ് ആസിഫ് അലി. 2025 വന്നപ്പോൾ രേഖാചിത്രം എന്ന സിനിമയിലെ ആസിഫ് അലിയുടെ പെർഫോമൻസ് വൺസ് അഗെയിൻ എനിക്ക് ആ ഒരു ഏരിയയിൽ വളരെ കമാൻഡിങ് ആൻഡ് വളരെ ഒതുക്കത്തോടു കൂടിയുള്ള ഒരു പെർഫോമൻസ് ആണെന്നാണ് തോന്നിയത്. ആ ഒരു പെർഫോമൻസും ആ ഒരു കൺസിസ്റ്റൻസിയും ഒപ്പം സർക്കിട്ട് എന്നുള്ള സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കൂടെ മുൻനിർത്തിയപ്പോൾ ഐ സെലക്ടഡ് ഹിം ആസ് ദ 4th ബെസ്റ്റ് ആക്ടർ ഇൻ മലയാളം ഫോർ 2025. ആസിഫ് അലി ഓൺ 4th സ്പോട്ട്. ഈ ടോപ്പ് 3 സെലക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ടോപ്പ് 3ൽ ആരെ 3ാം സ്ഥാനത്ത് നിർത്തും, ആരെ 2ാം സ്ഥാനത്ത് നിർത്തും, ആരെ 1ാം സ്ഥാനത്ത് നിർത്തും, ഇത് വല്ലാതെ കുഴക്കിയ ഒരു ചോദ്യം തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒടുക്കം ഞാനൊരു ഡിസിഷനിലെത്തി. 3ാം സ്ഥാനത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ലാലേട്ടനെയാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ വർഷത്തിൽ 2025 കേരളത്തിൻ്റെ ബോക്സ് ഓഫീസ് രാജാവ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ആ ഒരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ മാത്രമല്ല, അദ്ദേഹത്തിലെ നടൻ ഇപ്പോഴും എവർ യങ് ആൻഡ് എവർ ബ്രൈറ്റ് ആണെന്നുള്ള കാര്യം തുടരും എന്നുള്ളൊരു സിനിമയിലൂടെ പിന്നെ ഹൃദയപൂർവ്വത്തിലൂടെ അദ്ദേഹം നമ്മളെ മുമ്പിലേക്ക് എത്തിച്ചു. ഈ 2 സിനിമകളിലെയും പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഞാൻ 3ാം സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നത്.
ഇനി രണ്ടാം സ്ഥാനം. കഴിഞ്ഞ വർഷം മലയാള സിനിമാ പ്രേക്ഷകർ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത ഒരു കംബാക്കാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള മമ്മൂക്കയുടെ തിരിച്ചുവരവ്. ആ തിരിച്ചുവരവ് ശരിക്കും ആഘോഷിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു കളങ്കാവൽ. ഈ 2025 അവസാനത്തെ മാസമായ ഡിസംബർ തുടങ്ങിയത് ഡിസംബർ 5 ഇറങ്ങിയ കളങ്കാവലിലൂടെയാണ്. ആ സിനിമ ബോക്സ് ഓഫീസിൽ മാത്രമല്ല നമുക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട ഒരു സിനിമയായിട്ട് മാറിയത് മമ്മൂക്കയുടെ ആ ഒരു കഥാപാത്രം. നമുക്ക് നായകൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷേ ആ സിനിമ നമ്മൾ കാണാൻ പോകുന്ന മെയിൻ ഉദ്ദേശം എന്നുള്ളത് മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ വർഷത്തെ ഏറ്റവും മികച്ച നടന്മാരുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്താണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം മമ്മൂക്കയും ലാലേട്ടനും അല്ലാതെ മറ്റാര് ഏറ്റവും മികച്ച നടന്മാരിൽ ഏറ്റവും മുകളിൽ ആര് എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ആ ഒരു ബമ്പർ ചോദ്യത്തിൻ്റെ ഉത്തരം, എൻ്റെ ഉത്തരം, മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഇറ്റ് ബിലോങ്സ് ടു നൺ അതർ ദാൻ ബേസിൽ ജോസഫ്. അജയ് ഷാനഡ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിലൂടെ മലയാളികളോട് ബേസിൽ പറഞ്ഞത്, ഞാൻ ഒരു തമാശക്കാരൻ മാത്രമല്ല, എനിക്ക് വഴങ്ങുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്, ഇനിയും എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പൊന്മാൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെടാനുള്ള ഒരു നടനാണ് ബേസിൽ ജോസഫ്. തമാശ കഥാപാത്രങ്ങളാവട്ടെ, നമുക്കൊന്നും ദഹിക്കാത്ത രീതിയിലുള്ള കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ, ഇതൊക്കെ അത്രയും കൈയടക്കത്തോടു കൂടിയാണ് ബേസിൽ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ബേസിൽ എന്നുള്ളൊരു ആക്ടറിൻ്റെ ആ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രാസ്റ്റിക് ഹൈറ്റ്സ് എന്ന് പറയുന്ന സാധനം മറ്റൊരു നടൻ്റെ കാര്യത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു കഥാപാത്രം, അതായത് പൊന്മാനിലെ അജേഷ് എന്നുള്ള ആ ഒരു കഥാപാത്രം പ്ലേ ചെയ്ത ബേസിൽ ജോസഫാണ് 2025 ഏറ്റവും മികച്ച നടൻ. ഇതാണ് എൻ്റെ കൗണ്ട് ഡൗൺ ആൻഡ് എൻ്റെ ടോപ്പ് 10. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എൻ്റെ അതേ അഭിപ്രായമാണെങ്കിൽ അതും, നിങ്ങളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നോട് ഷെയർ ചെയ്യുക. കഴിഞ്ഞൊരു വർഷം എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഇസ് ജോർജ് SPK സൈനിങ് ഓഫ് ഫോർ 2025. നമ്മൾ ഇനി കാണുന്നത് 2026. ബൈ.